തിരുവനന്തപുരത്ത് റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള ആമയഴഞ്ചാൻ തോട് വൃത്തിയാക്കുന്നതിനിടെ കാണാതായ തൊഴിലാളി ജോയിക്കായുള്ള തെരച്ചിൽ ഇന്നും തുടരും. രാവിലെ 6:30-ക്ക് സ്കൂബ സംഘത്തോടൊപ്പം നാവികസേനയും ഇറങ്ങും. സോണാർ അടക്കമുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച് പരിശോധന നടത്തും. 34 മണിക്കൂർ പരിശോധിച്ച ശേഷമാണ് ഇന്നലെ തെരച്ചിൽ നിർത്തിയത്. ഷിജോ കുര്യൻ വിവരങ്ങൾ നൽകും. ഷിജോ, 34 മണിക്കൂർ നീണ്ട തെരച്ചിൽ വിഫലമാകുന്നത് ഇന്നലെ രാത്രിയോടുകൂടി നമ്മൾ കാണുകയും ഇന്നലെ തെരച്ചിൽ തൽക്കാലത്തേക്ക് നിർത്തിവെക്കുകയും ചെയ്തതാണ്. രാത്രി വൈകിയാണ് നാവികസേന എത്തിയത്. സ്വാഭാവികമായും വലിയ പ്രതീക്ഷയുണ്ട്. ഇന്നിപ്പോൾ നാവികസേനയുടെ കൂടി സഹായത്തോടു കൂടി തെരച്ചിൽ പുനരാരംഭിക്കുമ്പോൾ ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് തുടങ്ങുന്നത്? എന്തൊക്കെ പുതിയ സാങ്കേതിക കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് തെരച്ചിൽ പുനരാരംഭിക്കുന്നത്? സൈഫുദ്ദീൻ, 2 രാപകലുകൾ അവസാനിച്ച് വീണ്ടും ഒരു പ്രഭാതത്തിലേക്ക് തിരച്ചിൽ കടക്കുകയാണ്. ഇത്രയും ദിവസം കഴിഞ്ഞ 2 ദിവസമായിട്ട് സ്കൂബ സംഘവും ഫയർഫോഴ്സും പോലീസും നഗരസഭയുടെ ജീവനക്കാരും അടക്കമുള്ളവർ വലിയ തരത്തിലുള്ള രക്ഷാദൌത്യം തന്നെയാണ് നടത്തിയത്. തിരച്ചിൽ പുരോഗമിക്കുകയായിരുന്നു. പക്ഷെ അപ്പോഴൊന്നും ഈ കാണാതായ ജോയിയെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. വലിയ തടസ്സങ്ങൾ ഈ തിരച്ചിലിന് നേരിടുന്നുണ്ട്. അതിന് പിന്നാലെയാണ് ഇന്നലെ രാത്രിയോടുകൂടി നാവികസേനാംഗങ്ങൾ ഈ തിരച്ചിലിന് വേണ്ടിയിട്ട് ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. ഇന്ന് രാവിലെ 6:30യോടുകൂടി നാവികസേന തിരച്ചിലിന് ഇറങ്ങും. സ്കൂബ സംഘത്തിനൊപ്പം ഫയർഫോഴ്സിന്റെ സാന്നിധ്യമുണ്ടാകും. സ്കൂബ സംഘത്തിനൊപ്പം നാവികസേനയും 6:30യോടുകൂടി ആമയിഴഞ്ചാൻ തോട്ടിൽ തിരച്ചിലിനായിട്ടിറങ്ങും. ഇക്കഴിഞ്ഞ 2 രാപകലുകൾ 34 മണിക്കൂർ എന്ന് പറയുമ്പോൾ അത് ചെറിയ സമയമല്ല. ഇതുവരെ ഈ കേരളം കാണാത്ത തരത്തിലുള്ള വലിയ തിരച്ചിലാണ് ഓരോ സമയത്തും ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ആമയിഴഞ്ചാൻ തോട്ടിൽ നടന്നത്. ഇപ്പോൾ നമ്മൾ ഇവിടേക്ക് വരുമ്പോൾ പോലും കുറേയധികം മനുഷ്യർ, നഗരസഭയുടെ ശുചീകരണ തൊഴിലാളികൾ ഈ ആമയിഴഞ്ചാൻ തോട്ടിന്റെ മറുഭാഗത്ത് നിന്ന് മാലിന്യം ഇങ്ങനെ കോരിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ ചെയ്യേണ്ട ജോലിയാണോ ഈ മാലിന്യം കോരുന്നത് എന്നൊക്കെ ചോദ്യങ്ങൾ ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഉയർന്നു വരുന്നുണ്ട്. ഇപ്പോഴും ഈ തിരുവനന്തപുരത്തെ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഈ അപകടം നടന്ന ദിവസത്തെ കാലാവസ്ഥ എങ്ങനെയായിരുന്നു അതിനോട് ചേർത്ത് വെക്കാവുന്ന തരത്തിലുള്ള ഒരു അന്തരീക്ഷമാണ് ഇപ്പോഴുള്ളത്. ഇന്നലെ ഈ തിരച്ചിലിന് പൂർണ്ണമായിട്ട് കാലാവസ്ഥ അനുകൂലമായിരുന്നു. മഴയുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നലെ രാത്രി മുതൽ തന്നെ തിരുവനന്തപുരത്ത് മഴയുണ്ട്. മഴ മുന്നറിയിപ്പ് കേരളത്തിൽ ഇന്നിപ്പോൾ അതിതീവ്രമായ മഴയ്ക്ക് സാധ്യതയുണ്ടോ എന്നുള്ള അറിയിപ്പൊക്കെ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് പ്രത്യേകിച്ച് മഴ മുന്നറിയിപ്പ് ഇല്ലെങ്കിൽ പോലും പ്രതികൂല കാലാവസ്ഥയാണ്. രാവിലെ മുതൽ തന്നെ അന്തരീക്ഷം മേഘാവൃതമായിരുന്നു. ഇപ്പോൾ മഴ തുടങ്ങിയിട്ടുണ്ട്. ഒരുപക്ഷെ വരും മണിക്കൂറിൽ മഴ ശക്തിപ്പെട്ടാൽ അതും തിരച്ചിലിന് കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കും. എന്തായാലും 6:30യോടുകൂടി നാവികസേന ടീമും അതുപോലെ സ്കൂബ സംഘവും തിരച്ചിൽ നടത്തും. പവർ ഹൌസ് ഭാഗത്തും അതുപോലെ തന്നെ ഈ ജോയി ഇറങ്ങിയെന്ന് കരുതുന്ന ഈ സ്ഥലത്തും, അതായത് ടണലിന്റെ അടിയിലുമായിരിക്കും ഇപ്പോൾ പരിശോധന ഉണ്ടാവുക. എന്തായാലും ഈ ടണലിനടിയിലും ഈ പവർ ഹൌസിന്റെ ഭാഗത്തുമെല്ലാം സംയുക്തമായിട്ട് നാവികസേന ടീമായിട്ട് തിരിഞ്ഞ തിരച്ചിൽ നടത്താനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. അതുമാത്രവുമല്ല, ഇന്നലെ നാവികസേന വന്നപ്പോൾ തന്നെ ഈ ഉന്നത ഉദ്യോഗസ്ഥരുമായിട്ടും അതുപോലെ മന്ത്രിമാരുമായിട്ടും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇവിടുത്തെ സാഹചര്യങ്ങളെല്ലാം വിലയിരുത്തിയതാണ്. അവർ നാവികസേന മുന്നോട്ട് വെക്കുന്ന ഒറ്റ കാര്യം മാത്രമാണ്, ഞങ്ങൾ തിരച്ചിൽ നടത്തിക്കൊള്ളാം, മറ്റ് ഭാഗികമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാവാൻ പാടില്ല എന്നുള്ള നിർദ്ദേശം നാവികസേന കൊടുത്തു എന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട്. അതായത് അവർക്ക് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളുണ്ട്. അതിനനുസരിച്ച് അവർ പ്രവർത്തിച്ചുകൊള്ളാം. പുറത്തു നിന്നുള്ള ഒരു ഇടപെടൽ അവരെ പൂർണ്ണമായിട്ട് സ്വാതന്ത്ര്യത്തോടുകൂടി ഈ തിരച്ചിൽ നടത്താൻ അനുവദിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം നാവികസേന കൊടുത്തായിട്ടുള്ള വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇന്നലെ രാവിലെ 6:30-ക്ക് തന്നെയാണ് 2ാം ദിവസത്തെ തിരച്ചിൽ തുടങ്ങിയത്. ആ 2ാം ദിവസത്തെ തിരച്ചിൽ തുടങ്ങി പലതരത്തിൽ 4ാം നമ്പർ പ്ലാറ്റ്ഫോമിലും 5ാം നമ്പർ പ്ലാറ്റ്ഫോമിലുമുള്ള മാൻഹോളുകളിൽ സ്കൂബ സംഘവും അഗ്നിരക്ഷാ സേനയും തിരച്ചിൽ നടത്തിയതാണ്. പക്ഷേ ആ തിരച്ചിലുകൾ മണിക്കൂറുകൾ നീണ്ടു നിന്നെങ്കിലും പിന്നീട് ആ തിരച്ചിൽ വിഫലമാകുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്നലെ കണ്ടത്. ദൗർഭാഗ്യമെന്ന് പറയട്ടെ, ഒരു തരത്തിലും ഈ പറയുന്ന ഒരു മനുഷ്യനെ കാണാതായിട്ട് കണ്ടെത്താനുള്ള ഇത്രയും അധികം സംവിധാനങ്ങൾ, റോബോട്ടിക് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് മാലിന്യം നീക്കം ചെയ്യുന്നു, ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ഈ ടണലിനടിയിലടക്കം എന്താണ്, മാൻഹോളുകൾക്കുള്ളിൽ എന്താണ് എന്ന് കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അതെല്ലാം വിഫലമാകുന്നു. ഒരുപക്ഷെ ഇന്നലെ വലിയ പ്രതീക്ഷ നൽകിക്കൊണ്ട് ജോയിയുടേതെന്ന് സംശയിക്കുന്ന ഒരു മനുഷ്യ ശരീരത്തിന്റെ അവയവം കണ്ടു എന്നുള്ള തരത്തിലുള്ള വിവരങ്ങൾ ഇന്നലെ പുറത്തു വന്നിരുന്നു. അപ്പോൾ ഒരുപാട് വലിയ പ്രതീക്ഷ സ്കൂബ സംഘത്തിനും അഗ്നിരക്ഷാ സേനയ്ക്കും ഒക്കെ നൽകിയതാണ്. പക്ഷേ പിന്നീട് അത് മനുഷ്യന്റെ അവയവമല്ല എന്ന് തിരിച്ചറിയുകയും വീണ്ടും മാലിന്യം നീക്കം ചെയ്തുള്ള പരിശോധനയിലേക്ക്, തിരച്ചിലിലേക്ക് കടക്കുകയുമായിരുന്നു. ആ മാലിന്യം നീക്കം ചെയ്യുക എന്ന് പറയുന്നത് വലിയ വെല്ലുവിളിയായിട്ട് ഇപ്പോഴും തുടരുന്നു. കഴിഞ്ഞ 2 ദിവസമായി 34 മണിക്കൂറിലധികമായിട്ട് തുടർന്ന പരിശോധനയിൽ അവർ ഈ കാണാതായ ജോയിയെ കണ്ടെത്തുക എന്നതിനപ്പുറത്തേക്ക് ഈ മാലിന്യം നീക്കം ചെയ്യുന്നതാണ് വലിയ വെല്ലുവിളിയായി ഇപ്പോഴും നിലനിൽക്കുന്നത്. അതായത് ഈ ജോയി അപകടത്തിൽപ്പെട്ട ഈ സ്ഥലം, നമുക്ക് ഈ ക്യാമറ ദൃശ്യങ്ങൾ കാണാം, ഈ ഒരു ഭാഗത്തെ മാലിന്യം ഏതാണ്ട് ഇന്നലെ കൊണ്ട് മാത്രമാണ്
പൂർണ്ണമായിട്ട് എങ്കിലും നീക്കം ചെയ്യാൻ കഴിഞ്ഞത്. അതേസമയം മറുഭാഗത്ത് ഇപ്പോഴും മാലിന്യം കൂടിക്കിടക്കുകയാണ്. അതായത് ഒരു നെറ്റ് ഉപയോഗിച്ചുകൊണ്ട്, കമ്പിയുടെ നെറ്റ് ഉപയോഗിച്ചുകൊണ്ട്, ഗ്രില്ല് ഉപയോഗിച്ചുകൊണ്ട് ഇത് ഭാഗികമായി ഇങ്ങനെ കെട്ടിവെച്ചിട്ടുണ്ട്. പക്ഷേ മറുഭാഗത്തും വലിയ തരത്തിൽ മാലിന്യമുണ്ടായിരുന്നു. അത് അല്പസമയം മുമ്പാണ് കുറേയധികം നഗരസഭാ ശുചീകരണ തൊഴിലാളികളും JCBയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അവിടുന്ന് ആ മാലിന്യം നീക്കം ചെയ്തത്. ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന ജോയി അപകടത്തിൽപ്പെട്ട ഈ സ്ഥലത്ത് വെള്ളത്തിന്റെ ഒഴുക്ക് ഇന്നലത്തെക്കാളിലും അല്പം ഒന്ന് കൂടിയിട്ടുണ്ട്. കാരണം മഴയാണ്. അപ്പോൾ വെള്ളത്തിന്റെ ഒഴുക്ക് ശകലം അല്പം ഒന്ന് കൂടിയിട്ടുണ്ട്. ടണലിലേക്കുള്ള മാലിന്യത്തിന്റെ ഒഴുക്ക് നിയന്ത്രിച്ചിട്ടുണ്ടെങ്കിൽ പോലും മാലിന്യം ഇപ്പോഴും ഉണ്ട്. പക്ഷേ ടണലിനടിയിലുള്ള മാലിന്യം പൂർണ്ണമായിട്ട് നീക്കം ചെയ്യാൻ കഴിയാത്തതാണ് ഇപ്പോഴും വലിയ വെല്ലുവിളിയായി നിലനിൽക്കുന്നത്. എന്തായാലും നാവികസേന കൂടി എത്തുന്ന ആ ഒരു പശ്ചാത്തലത്തിൽ വലിയ പ്രതീക്ഷ എല്ലാ ഉദ്യോഗസ്ഥർക്കുമുണ്ട്. ഇന്നലെ മന്ത്രിമാരായിട്ടുള്ള K. കൃഷ്ണൻകുട്ടി, MP രാജേഷ്, അതുപോലെ V. ശിവൻകുട്ടി, K. രാജൻ അടക്കമുള്ള ആളുകൾ ഇവിടെ വന്ന് സന്ദർശനം നടത്തുകയും എല്ലാ കാര്യങ്ങളും പറയുകയും ഒക്കെ ചെയ്തതാണ്. അപ്പോൾ ആദ്യ ദിവസം തിരച്ചിലിനാണ് സർക്കാരും മറ്റ് അഗ്നിരക്ഷാ സേനയും എല്ലാം പ്രാധാന്യം കൊടുത്തതെങ്കിൽ രണ്ടാം ദിവസത്തിലേക്ക് വരുമ്പോൾ, രണ്ടാം ദിവസം അവസാനിക്കുമ്പോൾ ഇത് ആരോപണ പ്രത്യാരോപണങ്ങളിലേക്ക് പോകുന്ന, പരസ്യമായിട്ട് ആരോപണ പ്രത്യാരോപണങ്ങളിലേക്ക് പോകുന്ന സാഹചര്യങ്ങൾ നമ്മൾ ഇന്നലെ കണ്ടത്. കാരണം ആദ്യ ദിവസങ്ങളിൽ തിരച്ചിലിന് പ്രാധാന്യം കൊടുക്കാം, ജോയിയെ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ദൗത്യമായിട്ട് എല്ലാവരും മുന്നിൽ കണ്ടതെങ്കിൽ പിന്നീട് അത് റെയിൽവേയും സർക്കാരും കോർപ്പറേഷനും തമ്മിലുള്ള ഒരു പരസ്യമായിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് പോകുന്നത് കണ്ടു. എന്തായാലും കൃത്യം 6:30 തന്നെ ജോയിക്ക് വേണ്ടിയുള്ള 3-ാം ദിവസത്തെ തിരച്ചിൽ ആരംഭിക്കും. സൈഫു, സംസ്ഥാന ചരിത്രത്തിൽ സമാനതകളില്ലാത്ത രക്ഷാദൗത്യം, സംസ്ഥാനത്തിന് അത്ര പരിചിതമല്ലാത്ത സിറ്റുവേഷൻ. ഇത് ഒരാൾ പൊക്കത്തിൽ 1.5 അടിയോളം പാറ രൂപത്തിൽ അടിഞ്ഞുകൂടിക്കിടക്കുന്ന മാലിന്യം എങ്ങനെ നീക്കാൻ കഴിയും എന്നുള്ളതായിരുന്നു ഇന്നലെ ഉച്ച കഴിഞ്ഞ് രാത്രി വരെ നോക്കിയിരുന്ന കാര്യത്തിൽ. ഇന്നലെയും ഒരു പരിഹാരമുണ്ടായിരുന്നില്ല. ഇന്ന് നാവികസേനയുടെ സഹായത്തോടു കൂടിയെങ്കിലും ആ മാലിന്യം നീക്കി ജോയിയെ കണ്ടെത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് നിലവിൽ ദൗത്യ സംഘത്തിനുള്ളത്. വിശദാംശങ്ങൾ നൽകിയത് ഷിജോ ഗുരൻ.